ചെറുപ്പം മുതൽ നമ്മളൊക്കെ ഏതെങ്കിലും ഒരു സൂപ്പർ ഹീറോയെ ആരാധിക്കുന്നവരായിരിക്കും. ബെൻഡൻ കണ്ടു തുടങ്ങിയ കാലം മുതൽ ഇന്ന് ഞാൻ ബാറ്റ്മാൻ ആണ് എന്ന് പറയുന്നത് വരെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറിയ സൂപ്പർ ഹീറോ എന്ന കൺസെപ്റ്റ് എങ്ങനെയാണ് മാറിയതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ആണായാലും പെണ്ണായാലും എല്ലാവർക്കും സൂപ്പർ ഹീറോകളോട് വലിയൊരു ആരാധന ഉണ്ടാകും. എന്നാൽ അതെല്ലാം ദ ബോയ്സ് എന്ന സീരീസ് കാണുന്നത് വരെ മാത്രമേ ഉണ്ടാകൂ. ഹോംലാൻഡർ എന്ന ക്യാരക്ടറിനെ അനലൈസ് ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. പക്ഷേ അതിനു മുമ്പ് ദ ബോയ് സീരീസിനെ കുറിച്ച് അറിയാതെ എങ്ങനെയാ? ദ ബോയ് സീരീസ് പ്രൈം വീഡിയോയിൽ പല ഭാഷകളിലും ലഭ്യമാണ്. ഇപ്പോൾ അതിന്റെ സീസൺ 5 എപ്പിസോഡുകൾ ഓരോ ആഴ്ചയും റിലീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ തീർച്ചയായും ഇത് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സീരീസ് കണ്ടു കഴിഞ്ഞാൽ സൂപ്പർ ഹീറോകളോടുള്ള നിങ്ങളുടെ ആരാധന തീർച്ചയായും മാറും. കാരണം ഒന്ന് ആലോചിച്ചു നോക്കൂ, എല്ലാ സൂപ്പർ ഹീറോ കഥകളിലും വലിയൊരു ഭീഷണിയോ അല്ലെങ്കിൽ ഒരു സൂപ്പർ വില്ലനോ ഉണ്ടാകും. അതുകൊണ്ട് അവിടെ ഒരു സൂപ്പർ ഹീറോയുടെ ആവശ്യകത വരുന്നു. ആ സൂപ്പർ വില്ലൻ ഇല്ലായിരുന്നെങ്കിൽ ഒരു സൂപ്പർ ഹീറോയുടെ ആവശ്യമേ വരില്ലായിരുന്നു. അതൊക്കെ പോട്ടെ, സൂപ്പർ പവർ കിട്ടിയാൽ ഒരാൾ നല്ലത് മാത്രമേ ചെയ്യൂ എന്ന് എന്താണ് ഉറപ്പ്? അവർ ശരിക്കും അഴിഞ്ഞാടിയാൽ സാധാരണ മനുഷ്യരുടെ അവസ്ഥ എന്താകും? ഈ ഒരു ചോദ്യത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ സീരീസ് എടുത്തിരിക്കുന്നത്. പിന്നെ തീർച്ചയായും ഇതൊരു DC സിനിമകളുടെ പാരഡി കൂടിയാണ്. കോമിക്സിൽ നിന്ന് സീരീസിലേക്ക് മാറ്റിയെടുത്തതാണിത്. ഇപ്പോൾ നിങ്ങൾക്കിങ്ങനെ തോന്നാം, എനിക്ക് സൂപ്പർ പവർ കിട്ടിയാൽ ഞാൻ അങ്ങനെ അഴിഞ്ഞാടുകയൊന്നുമില്ല, ഞാൻ നല്ലൊരു ഹീറോ ആയി ജനങ്ങളെ രക്ഷിക്കും, ദുഷ്ടന്മാരെ പിടികൂടും എന്നൊക്കെ. നിങ്ങളിങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ ഈ സീരീസ് നിങ്ങൾക്കുള്ളതാണ്. കാരണം എന്താണെന്നറിയാമോ? ഈ ഷോയിലെ എല്ലാ സൂപ്പർ ഹീറോകളും നമ്മളിപ്പോൾ സംസാരിക്കാൻ പോകുന്ന ഹോംലാൻഡർ ഉൾപ്പെടെ നല്ലത് ചെയ്യണമെന്ന് കരുതുന്നവരാണ്. എന്നാൽ അത് നടക്കുമോ എന്ന് ചോദിച്ചാൽ ചാൻസ് ഇല്ല. ഇതാണ് പ്രകൃതി നിയമം. സിമ്പിളായി പറഞ്ഞാൽ മനുഷ്യൻ എപ്പോഴും മനുഷ്യൻ തന്നെയാണ്. ഒരാൾക്ക് സൂപ്പർ പവർ കിട്ടിയാൽ അത് പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടാക്കൂ. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ സൂപ്പർ പവർ എന്നത് ആവശ്യമില്ലാത്ത ഒരു തലവേദനയാണ്. കാരണം എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ നിങ്ങൾ ഈ സീരീസ് കാണണം. അപ്പോൾ സൂപ്പർ പവർ ഒന്നുമില്ലാത്ത സാധാരണക്കാരായ മനുഷ്യരുടെ ഒരു ടീമാണ് ദ ബോയ്സ്. യാതൊരു പവറുമില്ലാത്ത നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർ. ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഇവരുടെയൊക്കെ ജീവിതത്തിൽ ഈ സൂപ്പർ ഹീറോകൾ കാരണം വലിയ നഷ്ടങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് സൂപ്പർ ഹീറോസ് ഇനി വേണ്ട എന്ന് തീരുമാനിച്ചു. അവർക്കെതിരെ പോരാടുകയാണ് ഇവർ. ഒന്ന് ആലോചിച്ചു നോക്കൂ, ലക്ഷക്കണക്കിന് ആളുകളെ ഒരു നൊടി കൊണ്ട് കൊല്ലാൻ കഴിവുള്ള ഹീറോകളെ ഒരു ശക്തിയുമില്ലാത്ത സാധാരണ മനുഷ്യരുടെ ഈ ടീം എങ്ങനെ നേരിടും? അതെങ്ങനെ സാധ്യമാകും എന്ന ചോദ്യം തീർച്ചയായും നിങ്ങൾക്ക് വരും. ഓക്കെ, സീരീസിനെ കുറിച്ച് വലിയൊരു ഇൻട്രോ തന്നെ ഞാനിപ്പോൾ നൽകിയിട്ടുണ്ട്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഒരു കഥാപാത്രത്തെക്കുറിച്ച് സംസാരിക്കാൻ ആ സീരീസിനെ പറ്റി ഇത്രയും ഇൻട്രോ നൽകേണ്ടതുണ്ടോ? അതെ, അത്രത്തോളം ഗംഭീരമായ ഒരു ക്യാരക്ടറാണ് ഹോംലാൻഡർ. ആ ക്യാരക്ടർ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് എന്നും ആ കഥാപാത്രത്തിൻ്റെ വിശകലനവുമാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. പിന്നെ നിങ്ങൾ ഹോംലാൻഡറിൻ്റെ കടുത്തൊരു ഫാനാണെങ്കിൽ, അല്ലെങ്കിൽ എനിക്കും ഹോംലാൻഡറിനും ഒരുപാട് സാമ്യങ്ങളുണ്ടെന്ന് ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മൾ തമ്മിൽ ഒരു കാര്യം സംസാരിക്കാനുണ്ട് സുഹൃത്തെ. അത് ഞാൻ വീഡിയോയുടെ അവസാനം പറയാം. പക്ഷെ അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനലിൽ പുതിയതാണെങ്കിൽ സാധാരണ സിനിമാ റിവ്യൂകൾക്കും അനാലിസിസുകൾക്കും പുറമെ സിനിമകളെക്കുറിച്ച് അധികമാരും സംസാരിക്കാത്ത കാര്യങ്ങളും നമ്മളിവിടെ സംസാരിക്കും. ഇതൊക്കെ കാണുമ്പോൾ സിനിമയോടുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് തന്നെ മാറും. അപ്പോൾ തയ്യാറായിക്കോളൂ, നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ ഹോംലാൻഡറിന്റെ ക്യാരക്ടർ ആർക്കൊന്ന് നോക്കാം. ജനിതകമായി മാറ്റം വരുത്തി ഉണ്ടാക്കിയെടുത്ത ഒരു സൂപ്പർ ഹീറോയാണ് ഹോംലാൻഡർ. വോഗ് ഇന്റർനാഷണൽ എന്ന കോർപ്പറേറ്റ് കമ്പനിയുടെ ലാബിലാണ് ജോൺ എന്ന കുട്ടിയായി അവൻ ജനിക്കുന്നത്. ലാബിലെ സയന്റിസ്റ്റുകൾ അവനെ വളർത്തിയെടുത്തത് ലോകത്തിലെ ഏറ്റവും ശക്തനായ സൂപ്പർ ഹീറോ ആയിട്ടാണ്. അപാരമായ ശക്തി, പറക്കാനുള്ള കഴിവ്, ഹീറ്റ് വിഷൻ എന്നിങ്ങനെ നിരവധി പവറുകളോടെയാണ് അവൻ വളർന്നത്. വോഗ്ട് സയന്റിസ്റ്റുകൾ വളരെ നിയന്ത്രിതമായ ഒരു സാഹചര്യത്തിൽ വളർത്തിയതുകൊണ്ട് അവനൊരു കുടുംബത്തിന്റെ സ്നേഹമോ ലാളനയോ ഒന്നും ലഭിച്ചിരുന്നില്ല. ചെറുപ്പത്തിൽ തന്നെ ആ ലാബിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശക്തികൾ ഉണ്ടായിരുന്നിട്ടും അവൻ അതിന് ശ്രമിച്ചില്ല. കാരണം മറ്റു കുട്ടികളെ പോലെ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും എപ്പോഴും മറ്റുള്ളവരുടെ സ്നേഹവും പ്രശംസയും ആഗ്രഹിക്കുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് വോഗ്ട് അവനെ വളർത്തിയെടുത്തത്.
അതുകൊണ്ട് അവൻ അവിടെ നിന്ന് പോകാൻ ഇഷ്ടപ്പെട്ടില്ല. അവിടുള്ളവരുടെ സ്നേഹവും കരുതലും മാത്രമാണ് അവൻ ആഗ്രഹിച്ചത്. ലാബിലെ സയന്റിസ്റ്റുകൾ അവനെ വളരെ ക്രൂരമായി ഒരു പരീക്ഷണ വസ്തുവായിട്ടാണ് കണ്ടതെങ്കിലും ഹോംലാൻഡർ അവരെ ഒരു കുടുംബമായിട്ടാണ് കണ്ടത്. അതുകൊണ്ട് പുള്ളിക്ക് ഒരു വില്ലനായി മാറാൻ എല്ലാ അവകാശവുമുണ്ട്. ഹോംലാൻഡർ എപ്പോഴും മറ്റുള്ളവരിൽ നിന്ന് സ്നേഹവും വാലിഡേഷനും പ്രതീക്ഷിക്കുന്ന ഒരാളായി മാറുന്നു. പണ്ടും ഇപ്പോഴും അവൻ അങ്ങനെ തന്നെയാണ്. നമ്മളിൽ പലർക്കും ഇതുമായി റിലേറ്റ് ചെയ്യാൻ സാധിക്കുമല്ലോ. ശരി, നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. അവൻ വളർന്നു വലുതായപ്പോൾ വോട്ട് ഇന്റർനാഷണൽ അവനെ ജനങ്ങളുടെ പ്രിയപ്പെട്ട സൂപ്പർ ഹീറോയായും രക്ഷകനായും സത്യത്തിന്റെ പ്രതീകമായും ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചു. അങ്ങനെ ജോൺ എന്ന ആ പയ്യൻ ഹോംലാൻഡറായി മാറി. ജനങ്ങൾ അവനെ ഒരു സൂപ്പർ ഹീറോ ആയി കണ്ട് സ്നേഹവും ബഹുമാനവും നൽകിയപ്പോൾ ഹോംലാൻഡർ അതിനൊരു അഡിക്റ്റായി മാറി. അപാര ശക്തികളുള്ള നമ്മുടെ ഹോംലാൻഡർ തുടക്കത്തിൽ ജനങ്ങളെ രക്ഷിക്കാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ പോകെ പോകെ ജനങ്ങളെ രക്ഷിക്കുന്നതിനേക്കാൾ അവരുടെ ഇടയിൽ തനിക്കുള്ള പ്രശസ്തിയും ഇമേജും നിലനിർത്തുക എന്നതു മാത്രമായി അവന്റെ ലക്ഷ്യം. ഇതിനൊരു പ്രധാന കാരണം അവന്റെ ദുരിതം നിറഞ്ഞ കുട്ടിക്കാലം തന്നെയാണ്. അടുത്തതായി അവൻ്റെ റിലേഷൻഷിപ്പുകളെ കുറിച്ച് നോക്കാം. ആദ്യം ഫ്രണ്ട്ഷിപ്പ്. അവന് വിശ്വസിക്കാൻ പറ്റിയ ഒരു സുഹൃത്തു പോലുമില്ല. ആരെ വിശ്വസിക്കണമെന്ന് അവന് അറിയില്ല. പക്ഷെ അവിടെ ഒരാളുണ്ട്, ബ്ലാക്ക് നോയർ. ഹോംലാൻഡർ മറ്റ് ടീമാംഗങ്ങളെ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ബ്ലാക്ക് നോയറിനെ വലിയ വിശ്വാസമാണ്. ബ്ലാക്ക് നോയർ വളരെ ലോയലാണ്. ഒന്നും സംസാരിക്കാതെ തന്നെ അവൻ എപ്പോഴും ഹോംലാൻഡറെ പിന്തുടർന്നു. ഒരിക്കലും എതിർത്തു നിന്നിട്ടില്ല. അതുകൊണ്ട് ഹോംലാൻഡറിന് ബ്ലാക്ക് നോയറെ വളരെ ഇഷ്ടമാണ്. അവനോടൊരു പ്രത്യേക സ്നേഹവുമുണ്ട്. പക്ഷെ പിന്നീട് അതിനും ഒരു ട്വിസ്റ്റ് ഉണ്ടാകുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ, നമുക്ക് ബാക്കി നോക്കാം. കുട്ടിക്കാലത്ത് അമ്മയുടെ സ്നേഹം ലഭിക്കാത്തത് കൊണ്ട് അമ്മയെപ്പോലെ കെയർ ചെയ്യുന്ന കഥാപാത്രങ്ങളെ അവന് വളരെ ഇഷ്ടമാണ്. അവർ തന്നെ നിയന്ത്രിക്കുകയും വഴി നടത്തുകയും ചെയ്യുന്നത് അവന് ഇഷ്ടമാണ്. ആരെങ്കിലും തന്നെ ഒരു കുട്ടിയെപ്പോലെ കാണണമെന്ന് അവൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് സ്റ്റിൽവെൽ എന്ന ക്യാരക്ടറിനോട് അവനൊരു പ്രത്യേക ഇഷ്ടമുണ്ടായിരുന്നു. പിന്നീട് കുറച്ചുനാൾ ക്വീൻ മേവിനോടൊപ്പവും അവൻ റിലേഷൻഷിപ്പിലായിരുന്നു. അതിനുശേഷം 100 വയസ്സിന് മുകളിലുള്ള സ്റ്റോം ഫ്രണ്ടുമായിട്ടും അവൻ റിലേഷൻഷിപ്പിലാകുന്നുണ്ട്. നിങ്ങൾ ഈ സീരീസ് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ പേടിക്കേണ്ട. സൂപ്പർ പവർ ഉള്ളതുകൊണ്ട് അവരെപ്പോഴും യൗവനത്തോടെ തന്നെ ഇരിക്കും. ഇതിനിടയിൽ അവൻ ഒരു പെൺകുട്ടിയെ ക്രൂരമായി റേപ്പ് ചെയ്യുന്നതും നമ്മൾ കാണുന്നുണ്ട്. ഇതിനൊക്കെ കാരണം അവന്റെ ഏകാന്തതയും ശരിയായ ഗൈഡൻസ് ഇല്ലാത്തതുമാണ്. ഇനി നമുക്ക് റയാനെ കുറിച്ച് സംസാരിക്കാം. അതായത് ഹോംലാൻഡറിന്റെ സ്വന്തം മകൻ. ആദ്യ സീസൺ അവസാനിക്കുന്നതുവരെ തനിക്കൊരു മകനുണ്ടെന്ന് അവൻ അറിയില്ലായിരുന്നു. തനിക്കൊരു മകനുണ്ടെന്ന് അറിയുമ്പോൾ അവനൊരു നല്ല അച്ഛനാകണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. തനിക്കെനിക്ക് കിട്ടാത്തതെല്ലാം തൻ്റെ മകന് കിട്ടണമെന്ന് അവൻ കരുതുന്നു. ഇനി താൻ ചെയ്യുന്നതെല്ലാം തൻ്റെ മകന് വേണ്ടിയാണെന്നൊരു ലക്ഷ്യം അവൻ ജീവിതത്തിൽ കണ്ടെത്തുന്നു. എന്നാൽ ആദ്യം റയാൻ ഹോംലാൻഡറെ ഇഷ്ടമായിരുന്നില്ല. പിന്നീട് ഹോംലാൻഡർ അവനുമായി അടുക്കാൻ ശ്രമിക്കുകയും നമുക്ക് നല്ലൊരു ഫാമിലിയായി ജീവിക്കാമെന്ന് പറയുകയും ചെയ്യുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാകും, ഹോംലാൻഡർ ആരുമായി അടുക്കുമ്പോഴും അവർ തന്നോട് ലോയലായിരിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ എല്ലാവരും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അവനോട് കള്ളം പറയും, അല്ലെങ്കിൽ ചതിക്കും. ചിലർ തുടക്കം മുതലേ എനിക്ക് നിന്നെ വെറുപ്പായിരുന്നു എന്ന് പറഞ്ഞ് അവനെ വേദനിപ്പിച്ചിട്ടുമുണ്ട്. ഇതുവരെ കേട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? കഥയിലെ ഈ പോയിന്റുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ മറ്റുള്ളവർക്ക് അവനോടുള്ളത് സ്നേഹമല്ല, മറിച്ച് ഭയമാണ് എന്ന് മനസ്സിലാകും. എല്ലാവരും അവനെ ഒരു മനുഷ്യനായി കാണുന്നതിനേക്കാൾ അപകടകാരിയായ ഒരു യന്ത്രത്തെ പോലെയാണ് കാണുന്നത്. സ്വന്തം ജീവൻ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് എല്ലാവരും അവനോട് സംസാരിക്കുന്നത് പോലും. മറ്റു സൂപ്പർ ഹീറോകളുടെ അവസ്ഥയും അതുതന്നെയാണ്. അങ്ങനെ അവന്റെ പവർ അവന് തന്നെ ഒരു തിരിച്ചടിയായി മാറുകയാണ്. ഹോംലാൻഡർ ഒരു ഏഗോയിസ്റ്റ്, ഫാസിസ്റ്റ്, നെർസിസിസ്റ്റ്, ഏബിളിസ്റ്റ് എന്നിങ്ങനെ പല നെഗറ്റീവ് ഷെയ്ഡുകളുമുള്ള ഒരു കഥാപാത്രമാണ്. ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ പുള്ളി ഒരു സൈക്കോപാത്തായി മാറുകയാണ്. ദ ബോയ്സ് അവനെതിരെ എപ്പോഴും കടുത്ത പോരാട്ടത്തിലാണ്. അതായത് ഈ സൂപ്പർ പവർ എന്നത് എത്ര വലിയൊരു ശാപമാണെന്നാണ് റൈറ്റർ ഇവിടെ കാണിച്ചു തരുന്നത്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഹോംലാൻഡറിന് എപ്പോൾ വേണമെങ്കിലും ആരെ വേണമെങ്കിലും കൊന്നുകളയാനുള്ള അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് നമുക്ക് ബുച്ചറിന്റെ കാര്യം തന്നെ എടുക്കാം. സീസൺ 1 അവസാനിക്കുന്നത് വരെ ബുച്ചർ ഒരു ഭീഷണിയാണെന്ന് ഹോംലാൻഡറിന് തോന്നിയിരുന്നില്ല. സീസൺ 2 അവനെ കൊല്ലാൻ ഹോംലാൻഡർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ക്വീൻ മേയു ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത് കാരണം കൊല്ലാൻ കഴിയുന്നില്ല. സീസൺ 3 ഒരു എതിരാളിയായി കാണുന്നുണ്ടെങ്കിലും കൊല്ലാൻ നിൽക്കുന്നില്ല.
ലേറ്റർ ബുച്ചറിന്റെ ആരോഗ്യസ്ഥിതി മോശമായതുകൊണ്ട് ഹോംലാൻഡർ അവനെ കൊല്ലാൻ താല്പര്യപ്പെടുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഹോംലാൻഡറിന് വിചാരിച്ചാൽ ഒറ്റ സെക്കൻഡിൽ ബുച്ചറിനെ കൊല്ലാൻ സാധിക്കും. പക്ഷെ അവൻ്റെ ആറ്റിറ്റ്യൂഡ് എന്താണെന്നറിയാമോ? അവൻ വെറുമൊരു സാധാരണ മനുഷ്യൻ. ഞാൻ ലോകത്തിലെ ഏറ്റവും ശക്തനായ സൂപ്പർ ഹീറോ. അവൻ എന്നെ എങ്ങനെ നേരിടും? നേരിടട്ടെ, അവനൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് അവന് തന്നെ മനസ്സിലാകണം എന്നൊരു ആറ്റിറ്റ്യൂഡാണ് അവന്. ഇവിടെയാണ് ഈ കഥാപാത്രത്തിലെ ഈഗോയിസ്റ്റ്, നാർസിസിസ്റ്റ് സ്വഭാവങ്ങൾ റൈറ്റർ കൃത്യമായി കാണിച്ചു തരുന്നത്. മറ്റുള്ള ക്യാരക്ടേഴ്സിനെ അവൻ വെറുതെ വിടുന്നതിന്റെ കാരണാർണവും ഇതുതന്നെയാണ്. ലോകത്തിലെ ഏറ്റവും ശക്തനായ വ്യക്തി താൻ തന്നെയാണെന്ന അഹങ്കാരത്തിൽ ഇങ്ങനെ ഭ്രാന്ത് പിടിച്ചു നടക്കുകയാണ്. ഒരാളെ പരിധിയിൽ കൂടുതൽ മഹത്വവൽക്കരിച്ചാൽ അതെത്രത്തോളം അപകടമാണെന്ന് ഇത് കാണിക്കുന്നു. അടുത്തതായി അവന്റെ ഇൻസെക്യൂരിറ്റീസിനെ കുറിച്ച് വിശദമായി നോക്കാം. ചില സീനുകളിൽ ഇത് വളരെ വ്യക്തമായി കാണിക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, കണ്ണാടി നോക്കുമ്പോൾ അവൻ അവനോട് തന്നെ സംസാരിക്കുന്നത് കാണാം. അവന്റെ ഉള്ളിൽ ഇപ്പോഴും ബാക്കിയുള്ള ആ സാധാരണക്കാരനായ ജോൺ എന്ന മനുഷ്യനോടാണ് അവൻ സംസാരിക്കുന്നത്. പിന്നീട് തന്റെ മുടി നരയ്ക്കുന്നത് കാണുമ്പോൾ താനും സാധാരണ മനുഷ്യരെ പോലെ വയസ്സാകുകയാണല്ലോ എന്നവൻ തിരിച്ചറിയുന്നു. എനിക്കും മരണമുണ്ട്, ഞാനും വെറുമൊരു മനുഷ്യനാണല്ലോ എന്നോർക്കുമ്പോൾ അവന് ഭയങ്കര ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നു. അതോടെ ഈ ഇൻസെക്യൂരിറ്റീസ് എല്ലാം ഇല്ലാതാക്കാൻ തന്നിലുള്ള ജോൺ എന്ന ആ മനുഷ്യനെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ അവൻ തീരുമാനിക്കുന്നു. അതിനായി തന്റെ കുട്ടിക്കാലത്ത് തന്നെ ക്രൂരമായി പീഡിപ്പിച്ച ലാബിലെ സയന്റിസ്റ്റുകളോട് അവൻ പ്രതികാരം ചെയ്യുന്നുണ്ട്. ആ സീനുകൾ ശരിക്കും ബാഡാസ് ആയിരുന്നു. സീസൺ 4ന്റെ 4ാമത്തെ എപ്പിസോഡിൽ നിങ്ങൾക്കിത് കാണാം. അതോടെ അവൻ പൂർണ്ണമായും ഒരു അസുരനായി മാറിക്കഴിഞ്ഞു. അതോടൊപ്പം എല്ലാവരും തന്റെ കൺട്രോളിലാണ് എന്ന് ഉറപ്പുവരുത്താൻ അവൻ ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ട്രെയിനിന്റെ സീൻ, ഡീപ്പിനോട് ജീവനുള്ള ഒക്ടോപ്പസിനെ തിന്നാൻ പറയുന്ന സീനൊക്കെ അതിനുദാഹരണമാണ്. താൻ പറഞ്ഞാൽ ആരും എന്തും ചെയ്യുമെന്ന് അവൻ വീണ്ടും വീണ്ടും ഉറപ്പിക്കുകയാണ്. മറ്റൊരു രസകരമായ കാര്യം നോക്കാം. ഒരു സീനിൽ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു പെൺകുട്ടിയെ ഹോംലാൻഡറെ രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്. താൻ ഒരു നല്ല ഹീറോ ആയിരിക്കണമെന്ന് തന്നെയാണ് അവൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ദൗർഭാഗ്യവശാൽ അതേ സമയത്ത് തന്നെയാണ് അവൻ്റെ ഗേൾഫ്രണ്ട് ആത്മഹത്യ ചെയ്തു എന്ന വാർത്ത അവൻ അറിയുന്നത്. അപ്പോൾ അവൻ്റെ ചിന്ത മാറുകയാണ്. ഒരു സൂപ്പർ ഹീറോ തന്നെ ആത്മഹത്യ ചെയ്തു, അപ്പോൾ വെറും ഒരു സാധാരണക്കാരിയായ നിന്നെ ഞാൻ രക്ഷിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊരു ചിന്ത അവനിൽ വരുന്നു. അതോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹോംലാൻഡർ ഒരു ഏബ്ലിസ്റ്റ് ആണെന്നും ഇതിൽ കാണിക്കുന്നുണ്ട്. ഏബ്ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ശാരീരിക വെല്ലുവിളി നേരിടുന്നവരെ മോശമായി കാണുന്ന ഒരാൾ. ഹോംലാൻഡർ അങ്ങനെയുള്ള ആളാണ്. ആഷ്ലി ബ്ലൈൻഡ് സ്പോട്ട് എന്നൊരു അന്ധനായ സൂപ്പർ ഹീറോയെ ടീമിലേക്ക് കൊണ്ടുവരുമ്പോൾ ഹോംലാൻഡർ ആദ്യം സപ്പോർട്ട് ചെയ്യുന്ന പോലെ അഭിനയിക്കുന്നു. പക്ഷെ പിന്നീട് ആ അന്ധനായ സൂപ്പർ ഹീറോയെ അവൻ ക്രൂരമായി ആക്രമിച്ച് രക്തം ചിന്തിക്കുന്നു. അതായത് 7ൽ ചേർക്കാൻ അയാൾക്ക് യോഗ്യതയില്ല എന്ന് ഹോംലാൻഡറിന് തോന്നിയാൽ വെറുതെ അന്ന് ഒഴിവാക്കാമായിരുന്നു. പക്ഷേ യാതൊരു ദയയുമില്ലാതെയാണ് അവൻ അയാളെ ആക്രമിച്ചത്. എത്രത്തോളം റൂത്ത്ലെസ് ആയ ക്യാരക്ടറാണ് അതെന്ന് നോക്കൂ. ഇതൊക്കെ സീരീസിൽ വളരെ സ്വാഭാവികമായി തന്നെ കടന്നു പോകുന്നുണ്ട്. ഇതിനു വേണ്ടി മാത്രം പ്രത്യേകിച്ച് സീനുകളൊന്നും വെച്ചിട്ടില്ല. അത്രയും ബ്രില്യൻ്റ് ആയിട്ടാണ് ആ ക്യാരക്ടറൈസേഷൻ ചെയ്തിരിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ സീനൊന്ന് എടുത്തു കാണുക. ഞാൻ പലതവണ ആ സീൻ കണ്ടിട്ടുണ്ട്. ആദ്യമായി കണ്ടപ്പോൾ തോന്നിയ അതേ ഭയം ഇപ്പോഴും തോന്നും. ബ്ലൈൻഡ് സ്പോട്ടിനെ ക്രൂരമായി ആക്രമിച്ചതിന് ശേഷം ഭയന്നു നിൽക്കുന്ന ആഷ്ലിയോട് ഹോംലാൻഡർ പറയുന്ന ഒരു കിടിലൻ ഡയലോഗുണ്ട്. വളരെ ഐക്കോണിക്കായ ഡയലോഗാണത്. Ashley, don't look at him, look at me. Ashley, look at me. ഈ ഒരു സീൻ മാത്രമല്ല, ഹോംലാൻഡർ വരുന്ന ഓരോ സീനും നമ്മളെ ശരിക്കും ഭയപ്പെടുത്തും. പിന്നീട് മറ്റൊരു സീനിൽ ക്വീൻ മേവ് ഹോംലാൻഡറിനോട് പറയുന്നുണ്ട്, നിന്റെ ഏകാന്തതയും എല്ലാവരും നിന്നെ വെറുക്കുമെന്ന നിന്റെ ഭയവും എനിക്കറിയാമെന്ന്. ഈ ഒരു ഡയലോഗിൽ നിന്ന് നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാം. ജനങ്ങളെ വെറും കളിപ്പാട്ടങ്ങളായി കാണുന്ന ഹോംലാൻഡർ അവരിൽ നിന്ന് സ്നേഹവും ബഹുമാനവും ലഭിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. താൻ ജനങ്ങളുടെ ദൈവമാണെന്ന വിശ്വാസത്തിലാണവൻ. ഇതാണ് നമ്മൾ പറഞ്ഞ ഈ സൂപ്പർ ഹീറോ.
നോക്കൂ, ഇതാണ് ഈ സീരീസിന്റെ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത്. ഞാനോ നിങ്ങളോ ഒരു സൂപ്പർ ഹീറോ ആയാൽ പോലും ഇതേപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. കാരണം അവസാനം നമ്മളൊക്കെ പച്ചയായ മനുഷ്യരാണ്. എത്ര വലിയ ശക്തി കിട്ടിയാലും നമുക്കൊരു മനസ്സുണ്ട്. നമ്മൾ സ്വാർത്ഥമായി ചിന്തിക്കും. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമ്മൾ ആ പവറിനെ തെറ്റായി ഉപയോഗിക്കും. ഇതൊക്കെ നമ്മളെ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു മികച്ച ക്യാരക്ടറാണ് ഹോംലാൻഡർ. അതോടൊപ്പം ഇതൊരു പാരഡി ഷോ കൂടിയാണ്. അതിൽ എത്രത്തോളം ഗംഭീരമായിട്ടാണ് ഈ ക്യാരക്ടറൈസേഷൻ ചെയ്തിരിക്കുന്നതെന്ന് നോക്കുക. റൈറ്റേഴ്സിനെ എത്ര പ്രശംസിച്ചാലും മതിയാകില്ല. ദ ബോയ്സ് സീരീസിന്റെ മുഴുവൻ ടീമിനും എൻ്റെ ഹാറ്റ്സ് ഓഫ്. ഈ ക്യാരക്ടറിനെ കുറിച്ച് ഇനിയും ഒരുപാട് സംസാരിക്കാനുണ്ട്. പറഞ്ഞു തുടങ്ങിയാൽ അത് നീണ്ടുപോയേക്കാം. ഹോംലാൻഡർ വരുന്ന ഓരോ ഫ്രെയിമും ശരിക്കും ഗൂസ് ബംസ് തരുന്നവയാണ്. എവറി ഫ്രെയിം എ പെയിന്റിംഗ് എന്നതിന് ഏറ്റവും മികച്ച ഉദാഹരണമാണ് ഹോംലാൻഡറിന്റെ സീനുകൾ. ഇതൊക്കെ പറയുമ്പോൾ ഈ കഥാപാത്രത്തെ ഇത്രയും ഗംഭീരമായി അവതരിപ്പിച്ച നടനെ കുറിച്ച് സംസാരിക്കാതിരിക്കുന്നത് എങ്ങനെയാണ്? പുള്ളി ശരിക്കും അസുരനെ പോലെയാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത്. ഓരോ വ്യക്തി ജനിക്കുന്നതിന് പിന്നിലും ഒരു നിയോഗമുണ്ടെന്ന് പറയാറില്ലേ? അങ്ങനെ നോക്കുമ്പോൾ ആന്റോണി സ്റ്റാർ ജനിച്ചിരിക്കുന്നത് തന്നെ ഹോംലാൻഡർ എന്ന ഈ ഐക്കോണിക് ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി മാത്രമാണ്. നിങ്ങൾ ഈ സീരീസ് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ പോലും ഏതെങ്കിലുമൊക്കെ മീമുകളിൽ ഹോംലാൻഡെ കണ്ടിട്ടുണ്ടാകും. അത്രത്തോളം പോപ്പുലറാണ് ഈ കഥാപാത്രം. എത്ര നല്ല രീതിയിൽ എഴുതപ്പെട്ട ക്യാരക്ടർ ആണെങ്കിലും അത് അവതരിപ്പിക്കുന്ന നടൻ മോശമായാൽ ആ ക്യാരക്ടർ തന്നെ ഫ്ലോപ്പായി പോകും. ആ കഥാപാത്രം പ്രേക്ഷകർക്ക് നൽകേണ്ട ഫീൽ കൃത്യമായി എത്തിക്കാൻ കഴിയില്ല. എന്നാൽ ഹോംലാൻഡറിന്റെ കാര്യത്തിൽ ആ തെറ്റ് സംഭവിച്ചിട്ടില്ല. അതിന് കാരണം ആന്റോണി സ്റ്റാറിന്റെ മികച്ച പ്രകടനമാണ്. അത്രത്തോളം ഗംഭീരമായി അഭിനയിച്ച ആന്റോണി സ്റ്റാറിന് ഒരു വലിയ സല്യൂട്ട്. വീഡിയോയുടെ അവസാനമായി ഹോംലാൻഡർ ഫാൻസിനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എല്ലാവരോടുമല്ല, ചില ടോക്സിക്കായ ഫാൻസിനോട് മാത്രം. ഹോംലാൻഡർ എന്നല്ല, ഏതൊരു ക്യാരക്ടറിൻ്റെ ഫാൻസിനും ഇത് ബാധകമാണ്. അതായത് നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടേഴ്സിനെ ഒരിക്കലും ഗ്ലോറിഫൈ ചെയ്യരുത്. ഇത്രയും നേരം നമ്മൾ ഈ ക്യാരക്ടറിൻ്റെ റൈറ്റിംഗ്, ഡെപ്ത്, ക്യാരക്ടറൈസേഷൻ എന്നിവയെക്കുറിച്ചാണല്ലോ സംസാരിച്ചത്. നമ്മളിൽ പലർക്കും ഹോംലാൻഡറുമായി പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷേ അങ്ങനെ ചെയ്യരുത്. ഈ നടന്മാരും എഴുത്തുകാരും ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ്. എൻഡ് ഓഫ് ദ ഡേ ഹോംലാൻഡർ ക്രൂരനായ ഒരു റേപ്പിസ്റ്റ് കൂടിയാണ്. അതുകൊണ്ട് ഒരിക്കലും ആ ക്യാരക്ടറിനെ ഗ്ലോറിഫൈ ചെയ്യരുത്. എത്ര മികച്ച രീതിയിലാണ് ഇത് എഴുതിയിരിക്കുന്നതെന്നും എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ടെന്നും നമുക്ക് പറയാം, പ്രശംസിക്കാം. എന്നാൽ ഇത്തരം ക്യാരക്ടേഴ്സിനെ ഒരു ഇൻസ്പിറേഷനായി കാണാനോ ഞാനും ഹോംലാൻഡർ പോലെയാണ് എന്ന് പറഞ്ഞ് റിലേറ്റ് ചെയ്യാനോ പാടില്ല. വീഡിയോയിൽ നമ്മൾക്ക് അതുമായി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പോയിന്റുകൾ പറഞ്ഞിരുന്നു. എന്നാൽ അങ്ങനെ റിലേറ്റ് ചെയ്യുന്നത് തികച്ചും തെറ്റാണ്. നമ്മളത് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നുമില്ല. അമേരിക്കൻ സൈക്കോ എന്ന ചിത്രത്തെക്കുറിച്ച് നടൻ ക്രിസ്ത്യൻ ബേൽ തന്നെ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിലെ സിഗ്മ എഡിറ്റുകളിൽ കാണുന്നത് വെച്ച് ആരും ഇതിൽ നിന്നും ഇൻസ്പിറേഷൻ ഉൾക്കൊള്ളരുത്. അതുകൊണ്ട് ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾ ദ ബോയ്സ് സീരീസ് മറക്കാതെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും സജസ്റ്റ് ചെയ്യുക. ഹോംലാൻഡർ എന്ന ഈ ഐക്കോണിക് ക്യാരക്ടറിനെ നിങ്ങളുടെ കൂട്ടുകാരും അറിയട്ടെ. അതോടൊപ്പം നിറയെ വയലൻസും ഭയാനകമായ സീനുകളും കാണാൻ തയ്യാറായിരുന്നോളാൻ അവരോട് പറയുകയും ചെയ്യുക. അപ്പോൾ ശരി, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.